എവരിവൺ, പലതരം ചേരുവയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമുക്ക് കടകളിൽ നിന്നെല്ലാം കിട്ടുന്ന സർബത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ സർബത്തിന് നന്നാരി സർബത്തെന്നും പറയാറുണ്ട് കേട്ടോ. നിറനീണ്ടിക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കുന്നത്. നമുക്കിത് നിഷ്പ്രയാസം വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പുറത്ത് ഒരുപാട് നാൾ വയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഒരാഴ്ച ഒരു 10 ദിവസത്തിൽ കൂടുതൽ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം എടുക്കുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ കയ്യോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവും, പുളിപ്പ് രസം വരും. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തോളം വരെ നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് സ്വന്തം കടയിലേക്ക് സർബത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കസിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. കടയിലേക്കായിട്ട് ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരുപാട് നാളൊന്നും വെക്കേണ്ടി വരില്ല, പെട്ടെന്ന് തീരുമല്ലോ. കൂടി വന്ന ഒരാഴ്ചയൊക്കെയാണ് ഒരു സർബത്ത് ഉണ്ടാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ പുറത്ത് വെക്കണോണ്ട് പ്രശ്നം വന്നില്ല. ഒരാഴ്ച 10 ദിവസമൊക്കെ പുറത്തിരുന്നോളും. നമ്മൾ സാധാരണ നാരങ്ങ വെള്ളം കലക്കുന്നത് പോലെ തന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നീരെടുക്കുക, മധുരത്തിന് ആവശ്യമായിട്ടുള്ള സർബത്ത് വെച്ചെടുക്കുക. ഒരു വലിയ ഗ്ലാസ്സിന് 2 ടീസ്പൂൺ സർബത്തൊക്കെ മതിയാവും കേട്ടോ. അത് നിങ്ങൾ പറ്റിക്കുന്നതനുസരിച്ചിരിക്കും. പിന്നെ ആവശ്യത്തിന് സോഡയോ വെള്ളമോ ചേർത്ത് നിങ്ങൾക്ക് സർബത്തോ അല്ലെങ്കിൽ സോഡ സർബത്തോ തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ സർബത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് നിറനീണ്ടി കിഴങ്ങ്. നമുക്ക് പച്ചമരുന്ന് കടകളിലൊക്കെ ഇത് കിട്ടും. പച്ചമഞ്ഞൾ, കറ്റാർവായൊക്കെ കിട്ടുന്ന കടകളിൽ നമുക്ക് നിഷ്പ്രയാസം ഇത് കിട്ടും. നിങ്ങളിത് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം വാങ്ങിച്ചാൽ മതിയാവും കേട്ടോ. 100 ഗ്രാം ഒരു 3/4 കപ്പോളൊക്കെ ഉണ്ടാവും. ഞാനിവിടെ 2 ലിറ്റർ സർബത്താണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് നന്നായിട്ട് നിറച്ചെടുത്താൽ മതി. ഇതിന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കാം. നമ്മുടെ രക്തം ശുദ്ധിയാവാനും അതുപോലെ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ഒരു ഔഷധം കൂടിയാണ്. ഇതിൻ്റെ വേരും തണ്ടും എല്ലാം കൂടി ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയതാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണും പൊടിയൊക്കെ നന്നായിട്ടുണ്ടാവും. നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ നിറനീണ്ടിക്കിഴങ്ങ് ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സർബത്തിലേക്ക് ആകെ വേണ്ട വെള്ളം ഞാൻ ആദ്യം തന്നെ അളന്ന് വെക്കാം കേട്ടോ. 2 ലിറ്റർ സർബത്തിന് 1.5 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. സർബത്ത് കംപ്ലീറ്റ് തയ്യാറായ ശേഷം കറക്റ്റ് 2 ലിറ്റർ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. പഞ്ചസാര ഒരുക്കി കഴിയുമ്പോൾ എന്തോരം ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ വെള്ളം എന്തോരം വറ്റുന്നുണ്ട്, അതനുസരിച്ചൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. 1.5 ലിറ്റർ വെള്ളം ഞാൻ ഈ ഒരു ബോട്ടിലാട്ടോ അളന്ന് വയ്ക്കുന്നത്. ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് സർബത്തിൻ്റെ പരിപാടിയും ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള നിറനീണ്ടി കിഴങ്ങിലേക്ക് ഇപ്പം നമ്മൾ അളന്നെടുത്ത വെള്ളത്തിൽ നിന്നും ഒരു 1-2 ഗ്ലാസ് ഒഴിച്ചെടുക്കും. കിഴങ്ങ് നന്നായിട്ട് മുങ്ങി കിടക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് 12 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റ് നമുക്കിത് സോക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സോക്ക് ചെയ്തെടുക്കുന്നത്. ഭയങ്കര ഡ്രൈ ആയിരിക്കണോണ്ട് പെട്ടെന്ന് അങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്തൊക്കെ ഇറങ്ങി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാനിവിടെ നമ്മുടെ നിറനീണ്ടി കിഴങ്ങ് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലെ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചതച്ചിടാം കേട്ടോ. ഞാനൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ തിളപ്പിക്കാനായിട്ട് വെക്കണം. വെള്ളം കളയരുത് കേട്ടോ. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച വെള്ളത്തെപ്പാടി തന്നെയാണ് തിളപ്പിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം. അത്യാവശ്യം വലുപ്പമുള്ള 10-15 ഏലക്ക ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ചെറിയ ഏലക്കയാണെന്നുണ്ടെങ്കിൽ 10-20 എണ്ണം വരെയൊക്കെ ആവാട്ടോ. നിറനീണ്ടി കിഴങ്ങിൻ്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് നമ്മുടെ സർബത്തിന് നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ തരുന്നതാണ് ഏലക്കയും. അതുകൊണ്ട് ഏലക്കയും നിർബന്ധമായിട്ട് തന്നെ ഇടാം. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച ശേഷം തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ നിറനീണ്ടി കിഴങ്ങ് ഇവിടെ 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് സത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് സ്ട്രെയിൻ ചെയ്ത് വയ്ക്കാം. അരിച്ചെടുത്ത നിറനീണ്ടി കിഴങ്ങും ഏലക്കയും നമ്മൾ തിളപ്പിച്ചെടുത്ത പാത്രത്തിലേക്ക് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കാം. വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. 2-3 മിനിറ്റ് തിളച്ച് സത്തൊക്കെ ഇറങ്ങിയ ശേഷം നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ച സെയിം ബൗളിലേക്ക് തന്നെ ഈ വെള്ളവും ഒഴിച്ചെടുക്കാം. സെയിം പ്രോസസ്സ് ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇനി സർബത്തിലേക്ക് വേണ്ട പഞ്ചസാര എടുത്ത് വയ്ക്കാം. നമുക്ക് ടോട്ടൽ 1.5 കിലോ പഞ്ചസാരയാണ് വേണ്ടത്. കപ്പ് മെഷർമെന്റ് പറയുകയാണെങ്കിൽ 6.5 കപ്പ് ഉണ്ടാവും കേട്ടോ. 6 കപ്പും 1/2 കപ്പും കൂടി. ഇതിൽ ഈ ഇൻഗ്രീഡിയൻസിന്റെ അളവുകളെല്ലാം പറയുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ. പഞ്ചസാരയുടെയും വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സർബത്തിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പാകമാക്കി എടുക്കാനായിട്ട് ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയി തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സർബത്ത് കലക്കുന്ന സമയത്ത് ഇളക്കി യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഏലക്കയുടെയും നിറനീണ്ടി കിഴങ്ങിന്റെയും ഫ്ലേവർ മിതമായ രീതിയിൽ തന്നെ നിൽക്കണം. ഒരുപാട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുത്തു വരും. അതുപോലെ തന്നെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സർബത്തിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമ്മുടെ സർബത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം കേട്ടോ. പഞ്ചസാര കരിക്കാനായിട്ട് ഏതെങ്കിലും ഒരു കൊള്ളില്ലാത്ത ചട്ടി എടുത്താൽ മതി കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു പാത്രം എടുത്തേ ഉള്ളൂ. ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് ഉരുകി വരുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഇപ്പൊ നമ്മുടെ പഞ്ചസാര ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പഞ്ചസാര കരിച്ചെടുക്കണം കേട്ടോ. ആദ്യം നന്നായിട്ട് പത വന്നു തുടങ്ങും. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം സൂക്ഷിച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ചീറാൻ സാധ്യതയുണ്ട്. പഞ്ചസാര കട്ടൊടിച്ചേക്കുന്നതൊക്കെ വെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ വിട്ടു പോകുന്നോളും. അതൊന്നും പേടിക്കാനില്ല. ഞാൻ ഈ പാത്രത്തിൽ തന്നെ കേട്ടോ സർബത്ത് കംപ്ലീറ്റ് തിളപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് 1.5 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചെന്ന് ബാക്കി ഉണ്ടായിരുന്ന കംപ്ലീറ്റ് വെള്ളവും ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചെടുത്തു. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നിറനീണ്ടി കിഴങ്ങ് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പഞ്ചസാര കരിച്ച പാത്രത്തിൽ തന്നെ സർബത്ത് തിളപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് കാരാമലൊക്കെ നന്നായിട്ട് വിട്ടു പോകുന്ന ശേഷം മറ്റൊരു പാത്രത്തിലേക്ക്, അതായത് സർബത്ത് തിളപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി പ്രോസസ്സ് ചെയ്യാം കേട്ടോ. വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 പിഞ്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. 1/4 ടീസ്പൂൺ അത്രയും മതി. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റ് ആവുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ.
ഇപ്പോൾ പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റായി നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം കേട്ടോ. തീരെ കുറച്ചുണ്ടാട്ടോ, ചെറിയൊരു തിള അതിലുണ്ടായിരിക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാരയിൽ എന്തെങ്കിലും ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചെടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ചെറുനാരങ്ങ നീരാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഇപ്പോഴത്തെ പഞ്ചസാരയിൽ അങ്ങനെ കരടൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ അത് പൊങ്ങി വരും. അപ്പോൾ അതൊന്ന് കോരി മാറ്റിയാൽ മതി. ഇപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് പാകമായിട്ടുണ്ടോ എന്നറിയാൻ ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് സർബത്ത് ഒഴിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ ശരിക്കും വെളിച്ചെണ്ണയുടെ ഒരു കൺസിസ്റ്റൻസി തോന്നിക്കും. ചെറിയൊരു തിക്നെസ്സും ചെറിയൊരു ഒട്ടലും ആയിട്ടുണ്ടെങ്കിൽ അതാണ് കേട്ടോ പാകം. ഞാൻ ആദ്യം എടുത്തതായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് രണ്ടാമത് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ എടുത്തതാണ്. ഇത് ചൂടാറി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വെളിച്ചെണ്ണയിൽ നിന്നിട്ട് കുറച്ചുകൂടി ഒരു തിക്നെസ് തോന്നുന്നുണ്ട്. ഈ പരുവത്തിന് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് കംപ്ലീറ്റ് ചൂടാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സർബത്ത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചു വയ്ക്കാം. അരിക്കുന്ന സമയത്ത് ചെറിയ തുളയുള്ള അരിപ്പെടുക്കാം കേട്ടോ, നമ്മൾ ചായക്കൊക്കെ അരിക്കുന്നത്. ഞാനെടുത്തപ്പോൾ വലിയ തുളയായിരുന്നു, ഞാനത് ഓർത്തില്ല. അങ്ങനെ നമ്മുടെ സർബത്ത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ആകെ ഇത്രയും സർബത്താണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇത് 2 ലിറ്റർ ഇല്ല കേട്ടോ, 2 ലിറ്ററിന് കുറച്ച് താഴെയാണ്, 1.25 ലിറ്ററിന് മുകളിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ സർബത്ത് അരിക്കുന്ന അരിപ്പയിലും അരിച്ചയക്കുന്ന പാത്രത്തിലൊന്നും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഉണക്കിയ ശേഷം വേണം ഒഴിച്ചെടുത്ത് വയ്ക്കുക. വെള്ളം കൊണ്ടാലും കൈ കൊണ്ടാലും ഒക്കെ പെട്ടെന്ന് കേടാവും. ഇനി ഇത് ഒരു പേടിയും കൂടാതെ 1 വർഷം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അനുഭവം ഉള്ളതാണ്, നിങ്ങൾ പേടിക്കാതെ തന്നെ എടുത്ത് വയ്ക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്രയും നാളൊക്കെ വെക്കാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന്. എങ്കിലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് വഴി എന്നെ ഒന്ന് അറിയിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Thank you for watching. Bye.